സോർട്ടിങ്ങിൻ്റെ പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷം ഈ പാർട്ട് 2ലേക്ക് വരിക. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എക്സൽ ഫയൽ വർക്ക് ബുക്ക് നമുക്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമുക്ക് രണ്ട് കേസ് മിക്സ് ചെയ്ത് കിട്ടും. അതായത് അപ്പാർട്ട്മെന്റ് നമ്പറിന്റെ ബേസിലും കിട്ടണം, ടീഷർട്ടിന്റെ സൈസിലും കിട്ടണം. വീണ്ടും നമ്മൾ കസ്റ്റം സോർട്ട് ഓപ്റ്റ് ചെയ്യാണ്. ഡേറ്റ ഫുൾ സെലക്ട് ആയിട്ടുണ്ട്, മൈ ഡേറ്റ ഹെഡേഴ്സ് എനേബിൾ ആയിട്ട്. നമുക്ക് ടീഷർട്ടിന്റെ കേസ് ഓക്കെ ആണ്. ഇത് കൂടാതെ നമുക്കൊരു ആഡ് ലെവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് ആദ്യത്തെ കേസിൽ ഫസ്റ്റ് പ്രിഫറൻസ് ടീഷർട്ടിന്റെ ഈ ഒരു സൈസിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടണം. പിന്നെ ദെൻ ബൈ അപ്പാർട്ട്മെന്റ് നമ്പർ കൊടുക്കുകയാണ്. അപ്പാർട്ട്മെന്റ് നമ്പറിന്റെ ഓർഡറിൽ ആദ്യം നമ്മൾക്ക് ടീഷർട്ടിന്റെ സൈസ് സ്മോൾ മീഡിയം ലാർജ് ഈ ഒരു പ്രിഫറൻസിൽ വരണം. അത് കഴിഞ്ഞ് അതിനെ വീണ്ടും സോർട്ട് ചെയ്ത് അപ്പാർട്ട്മെന്റ് നമ്പർ കറക്റ്റ് ആയിട്ട് ആൽഫബറ്റ് സ്മോൾ ടു ലാർജസ്റ്റ് എന്നുള്ള ആ ഓർഡറിലും കൂടെ നമുക്ക് കിട്ടണം. അതായത് ഓക്കെ കൊടുക്കുകയാണ്. നോക്കുക, ആദ്യം സ്മോൾ കേസ് വന്നിട്ടുണ്ട്. സ്മോൾ കേസ് വന്നപ്പം മുമ്പത്തെ ഡേറ്റ നമുക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പാർട്ട്മെന്റ് നമ്പർ ആ സ്മോൾ ടീഷർട്ടിന്റെ സൈസ് ഓർഡർ ചെയ്തിട്ടുള്ളതിൽ അപ്പാർട്ട്മെന്റ് നമ്പർ ആ ഓർഡർ വന്നിട്ടുണ്ട്. സ്മോൾ ടു 148, 150, 151 ഈ ഒരു ഇത്രയും 210 വരെയുള്ള അപ്പാർട്ട്മെന്റ് നമ്പറുകളിലാണ് ഈ സ്മോൾ എന്ന് പറഞ്ഞ സൈസിലുള്ള ടീഷർട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഓർഡറിൽ കിട്ടി. ഇനി മീഡിയം കേസിന്റെ കേസാണെങ്കിൽ അതിന്റെയും ആ മീഡിയം സൈസിൽ വന്നു. അതിന് ശേഷം മീഡിയം സൈസിലെ അപ്പാർട്ട്മെന്റ് നമ്പർ ഓർഡറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റ ഡേറ്റ ഒരു കേസ് മാത്രമല്ല, കസ്റ്റം സോർട്ട് ഉപയോഗിച്ച് നമുക്ക് പല ലെവലിൽ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഒരു ലെവൽ ആഡ് ചെയ്യാം. ഈ ഒരു ലെവൽ കളയണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിലീറ്റ് ലെവൽ കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇത് മാത്രമല്ല ചെറിയൊരു ട്രിക്കും കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്തതെല്ലാം കോളം വൈസ് സോർട്ടിംഗ് ആണ്. ഇനി നമുക്ക് റോ വൈസ് സോർട്ടിങ്ങും കൂടെ കിട്ടണം. അതായത് ഞാൻ ജസ്റ്റ് ഈ ഒരു ഡേറ്റ ഒന്ന് കോപ്പി ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കോളം വൈസ് ഡേറ്റയെ നമുക്ക് റോ വൈസ് ഡേറ്റ ആക്കാനായിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് സ്പെഷ്യൽ വരിക. ഇവിടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇങ്ങോട്ട് മാറ്റിയിടുക. ഇതാണ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതാണ് റോ വൈസിൽ ഡേറ്റ വന്നിരിക്കുന്നത്. ഈ ഒരു ഡേറ്റയെ എനിക്ക് കറക്റ്റ് ആയിട്ട് സോർട്ട് ചെയ്ത് കിട്ടണം. നമ്മളിവിടെ വന്നിട്ട് സോർട്ട് ആൻഡ് ഫിൽറ്റർ വന്നു, സ്മോൾ ടു ലാർജസ്റ്റ് കൊടുക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഒന്നും ചേഞ്ച് ആയിട്ടില്ല. അല്ലെങ്കിൽ ലാർജ് ടു സ്മോൾ കൊടുത്തു, ഒന്നും ചേഞ്ച് വന്നിട്ടില്ല. അതിനുവേണ്ടി നമുക്ക് ഇവിടെ കസ്റ്റം സോർട്ട് വരിക. കസ്റ്റം സോർട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് കൊടുക്കുന്നതിന് മുമ്പ് നോക്കിക്കൊള്ളുക, ഇവിടെ കോളമാണ് നിൽക്കുന്നത്. ഈ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സോർട്ട് ടോപ്പ് ടു ബോട്ടം ആണ് എടുക്കുന്നത്, അതായത് പൊക്കത്തിൽ നിന്ന് താഴോട്ട്. ഈ സോർട്ട് ലെഫ്റ്റ് ടു റൈറ്റ് കൊടുക്കുകയാണ്. ലെഫ്റ്റ് ടു റൈറ്റ് എനേബിൾ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഈ കോളം മാതി ഇവിടെ റോ വന്നു, കണ്ടോ? ഈ ഒരു ഡേറ്റ ഉള്ള റോ എന്ന് വെച്ചാൽ ഫോർത്ത് റോ ആണ്. അപ്പോൾ ഈ സോർട്ട് ബൈ നോക്കുമ്പോൾ റോ ഫോർത്ത് മാത്രമേ ഇവിടെ സെലക്ട് ആയിട്ടുള്ളൂ. വേറെ റോയിൽ ഡേറ്റകൾ ഉണ്ടെങ്കിൽ ആ റോയും കൂടെ വന്നിനെ. ഇവിടെ സോർട്ട് ബൈ റോ സ്മോൾ ടു ലാർജ് അല്ലെങ്കിൽ ലാർജ് ടു സ്മോൾ. ഇവിടെ ലാർജ് ടു സ്മോൾ കൊടുക്കുകയാണ്. ഓക്കെ, നോക്കുക, ഡേറ്റ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം റോ വൈസിൽ ഡേറ്റ നമുക്ക് സോർട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻസിൽ ചെന്ന് അത് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. കസ്റ്റം സോർട്ട് വരിക, ഓപ്ഷൻസ് വരിക, ഇവിടെ സോർട്ട് ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഒരു ചെറിയൊരു ട്രിക്കും കൂടെ റോ വൈസ് സോർട്ട് ഉപയോഗിച്ച് നമുക്കൊരു ചെറിയൊരു ടെക്നിക്കും കൂടെ നമുക്ക് നോക്കാം. അതായത് എനിക്ക് ഇതിന്റെ ഓർഡർ ഒന്ന് മാറി കിട്ടണം. സോർട്ട് ചെയ്ത് ഈ ഒരു ഡേറ്റ ടേബിളിന്റെ ഓർഡർ ഒന്ന് മാറി കിട്ടണം. ഇവിടെ എനിക്ക് ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ അപ്പാർട്ട്മെന്റ് നമ്പർ മതി. അതായത് ടീഷർട്ട് സൈസിന്റെയും ലാസ്റ്റ് നെയിമിന്റെ ഇടയ്ക്ക് ഈ അപ്പാർട്ട്മെന്റ് നമ്പർ വേണം. നമ്മൾ നോർമലി ചെയ്യാറുള്ളത് ജസ്റ്റ് ഇവിടെ ഒരു പുതിയൊരു കോളം ഇൻസേർട്ട് ചെയ്ത് ഈ അപ്പാർട്ട്മെന്റ് നമ്പർ കട്ട് ചെയ്ത് ഇവിടെ വരികയാണ്. പക്ഷെ നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ പുതിയൊരു റോയും കൂടെ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് വേണ്ട ഓർഡർ എങ്ങനെയാണ്? ആദ്യം ഫസ്റ്റ് നെയിം, പിന്നെ സെക്കൻഡ് നെയിം, മൂന്നാമത് നമുക്ക് അപ്പാർട്ട്മെന്റ് നമ്പർ വരണം, നാലാമത് ടീഷർട്ട് സൈസ്, അഞ്ചാമത് പേയ്മെന്റ് വരണം. ഈ ഒരു കേസിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറയുന്ന ഒരു ഓപ്ഷൻ ഇതാണ്. ഇവ സെലക്ട് ചെയ്യുക, സോർട്ട് ആൻഡ് ഫിൽറ്റർ കസ്റ്റം സോർട്ട് വരിക. ഈ ലെവൽ ഞാൻ കളയുകയാണ്. ടോപ്പിൽ നമ്മൾ ആ ഹെഡിങ് നമ്മൾ ഒഴിവാക്കിയാണ്. മൈ ഡേറ്റ ഹാസ് ഹെഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ അൺടിക്ക് ചെയ്യുകയാണ്. കാരണം നമുക്ക് ഇതും കൂടെ സോർട്ടിൽ ഉൾപ്പെടുത്തണം. ഈ ഒരു ഡേറ്റയാണ് നമുക്ക് സോർട്ട് ചെയ്ത് കിട്ടേണ്ടത്. ഈ ഒരു ഓർഡറിൽ നമുക്ക് വരാനായിട്ട് ഈ ഒരു ഡേറ്റയെ നമ്മൾ സോർട്ടിങ്ങിലോട്ട് ഉപയോഗിക്കുകയാണ്. ഇത് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റിലോട്ടാണ് വരുന്നത്. ആഡ് ലെവൽ കൊടുത്തു, സോർട്ട് ബൈ നമുക്ക് ഫസ്റ്റ് റോ ഏതാണ് നമ്മൾ എഴുതിയേക്കുന്ന ആ പുതിയ ഓർഡർ ആണ് ഫസ്റ്റ് റോ. ഇത് നമ്മൾ ഹെഡിങ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ 1 2 3 4 5 എന്ന് എഴുതിയേക്കുന്ന സംഭവം സോർട്ടിങ്ങിനായിട്ട് യൂസ് ആവുകയില്ല. അത് സ്റ്റാറ്റിക് ആയിട്ട് അവിടെ നിന്നേനെ. സോ നമുക്ക് അതും കൂടെ സോർട്ട് ചെയ്താലേ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു ട്രിക്ക് ആണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല. റോ 1 ഉപയോഗിച്ച് സ്മോൾ ടു ലാർജിലോട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇത് നോക്കുക, ഫസ്റ്റ് നെയിം വന്നു, സെക്കൻഡ് നെയിം വന്നു, മൂന്നാമതായത് അപ്പാർട്ട്മെന്റ് നമ്പർ വന്നു. ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരു ചെറിയൊരു ട്രിക്കും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കൂടുതൽ ഡേറ്റകൾ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പുതിയ ട്രിക്കുകൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കും. ഓക്കെ, ഈ ഒരു സോർട്ടിങ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ കമന്റ് ചെയ്യാൻ, നമുക്കത്
പേഴ്സണലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഫിൽറ്ററും മറ്റ് നിരവധി ബേസിക് കാര്യങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.